നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് വിക്രം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. കാരണം വേദ ഒരു ശബ്ദമൊക്കെ ചെയ്തിട്ട് പോയിരിക്കുന്നത്. ഇനി താൻ ഈ വീട്ടിലേക്ക് കയറണമെങ്കിൽ വിക്രം നിരപരാധിയാണ് താൻ തെളിയിക്കും, എന്നിട്ട് വിക്രത്തിന്റെ കൈയും പിടിച്ചോ താൻ വീട്ടിലേക്ക് കയറുവോളെന്ന് പറഞ്ഞോണ്ടാ വേദ പോയത് തന്നെ. പിന്നീട് വിക്രം ഇങ്ങനെ അതൊക്കെ ആലോചിച്ചിട്ടും കൂടെ പോകുന്ന സമയത്താണ് വിക്രം പെട്ടെന്ന് അഭിലാഷിന്റെ ഒരു ഗുണ്ടയെ കാണുന്നത്. ഒരു പക്ഷെ ഇവനെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായുള്ള വിവരങ്ങൾ കിട്ടിയിരിക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് വിക്രം അവനെ പിന്തുടർന്ന് അവനെ പിടികൂടുവാണ്. പിന്നീട് പറഞ്ഞു, സത്യം പറയടാ, ഇന്നലെ എനിക്ക് നേരെ ആക്രമണം ഉണ്ടായ നീയും നിന്റെ ആ നേതാവ് ഗുണ്ടാഭിലാഷം ചേർന്നിട്ടൊക്കെ അല്ലേ നിൽക്കുക, എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം അവനെ എടുത്തിട്ട് ഇടിച്ചു കഴിയുമ്പോഴത്തേനും അവൻ സത്യം പറയാം, അതെ അഭിലാഷൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന് പറയാം. അത് കേട്ട് ഞാൻ വിക്രം ചോദിച്ചു, എവിടെയുണ്ടോ അവനെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവൻ എവിടെയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. വിക്രം അവനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് വേദയ്ക്ക് ബൈറ്റു കെ സൊല്യൂഷനിൽ കുറെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു രമ്യനെ കുറിച്ച്. രമ്യനൊന്നും അല്ല, ശരിക്കുള്ള അവളുടെ പേര് വിജയലക്ഷ്മി എന്നാണ്. അവൾ പല പല പേരുകളിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അവളുടെ പേര് കുറെ കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായി, ഇനി അവളെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയേ മതിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയ ഡീറ്റെയിൽസ് വെച്ച് എസ് പി ഓഫീസിൽ ഒരു പരാതി കൊടുത്താലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരണം. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തണം, എങ്കിൽ മാത്രമേ തനിക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാനായിട്ട് പറ്റുള്ളൂ. താന് എല്ലാരും വെല്ലുവിളിച്ചിട്ട് വന്നിരിക്കുന്ന ഈ കേസിൽ വിക്രം നിരപരാധി എന്ന് തെളിയിക്കുമെന്ന്. ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് കാര്യമില്ലോ, പക്ഷെ നിരപരാധി എന്ന് തെളിയിക്കണല്ലോ. അങ്ങനെ വേറെ നേരെ എസ് പി ഓഫീസിലേക്ക് പോവാണ്. ആ സമയം രാധ വീട്ടിലേക്ക് ചെല്ലുവാണ്. രാധ വീട്ടിലേക്ക് വന്നപ്പോഴത്തേനും മാലതി ചോദിച്ചു, തെണ്ടി തിരിഞ്ഞിട്ട് വന്നല്ലോ അല്ല, എന്നിട്ട് എന്തിയേ അവനെ പുറത്തിറക്കാൻ പോയിട്ട് പുറത്തിറക്കിയോന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ രാധ പറഞ്ഞു, അതെ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ഇറക്കുമെന്നും പറയണോ? നീ കൊള്ളാലോടി, അല്ല അവന്റെ ഭാര്യ വന്നില്ലായിരുന്നു ചോദിക്കുക. ഇത് കേട്ട് കഴിയുമ്പോ രാധ പറഞ്ഞു, വന്നില്ല എന്ന് പറയും. ഓ ഇപ്പൊ എന്ത് പറ്റി? പീഡന കേസിലെ പ്രതിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ചിലപ്പോ അവൾക്ക് വേണ്ടായിരിക്കും അല്ലേ, നിനക്ക് നാണം ഉണ്ടോടി എന്നിട്ട് അവനെ പോയി ഇറക്കാനെന്നൊക്കെ രാധയോട് ചോദിക്കണം. രാധ പറഞ്ഞു, ഇതേ അമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുമ്പ് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറയാം. മാലതി പറഞ്ഞു, അതെന്തായാലും എനിക്ക് അറിയാടി, നിനക്ക് നാണം ഉണ്ട്, നീ അവനെ പോയി ഇറക്കുവോ? എന്നിട്ട് വലിയ വീരഗാഥ പോലെ വന്നിരിക്കുന്നു. അമ്മേ വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാ വിക്രത്തിന് ജാമ്യം കിട്ടിയെന്ന് പറയാം. മദ്യപിച്ചെന്നൊക്കെ വെറുതെ പറയുന്ന എന്ന് പറയണം. അതൊക്കെ നീ പറയണല്ലേ, ഇനിയിപ്പം മദ്യപിച്ചിട്ടില്ലെന്ന് വെക്കട്ടെ, അവനെന്നാ പിന്നെ അങ്ങോട്ടേക്ക് എന്നാ വെറുതെ പോയി കയറിയതാണോന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ രാധയ്ക്ക് ഉത്തരം മുട്ടി. എടീ നിന്റെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് അവനോരോന്ന് കാണിച്ചു കൂട്ടുന്ന, അതൊക്കെ കണ്ടിട്ട് നീ അവന്റെ പുറകെ പോയി അവനെ ജാമ്യത്തിൽ ഇറക്കാനും നാണം ഉണ്ടോടി നിനക്കെന്നൊക്കെ പറഞ്ഞിട്ട് മാലതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോണം. രാധ പറഞ്ഞു, ഇനിയിപ്പൊ എന്തൊക്കെ വന്നാലും ഞാൻ വിക്രത്തിനെ ഇറക്കേണ്ട സാഹചര്യത്തിലാണെങ്കിൽ ഇറക്കിയിരിക്കുമെന്ന് പറഞ്ഞു രാധ വാശി പിടിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയം വേദ നേരെ എസ് പി ഓഫീസിലേക്കാണ് ചെല്ലുന്നത്. അങ്ങനെ എസ് പി ഓഫീസിൽ ചെന്നിട്ട് വേദ പരിചയപ്പെടുത്തുവാണ്. പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ്. എന്റെ ഭർത്താവിനെ എനിക്ക് കള്ളക്കേസ് കുടുക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എസ് പി സാർ ചോദിക്കുന്നുണ്ട്, എന്താ കള്ളക്കേസാന്ന് നിങ്ങൾ പറയാൻ കാരണം? പീഡന കേസിൽ പ്രതിയല്ലേ? പിന്നീട് രാധ ആ കാര്യങ്ങൾ പറയണം. രാധയല്ല വേദ ആ കാര്യങ്ങൾ പറയണം. കള്ളക്കേസ് കുടിക്കുക എന്ന് പറയാൻ പ്രധാന കാരണം ഈ പരാതി വന്നിരിക്കുന്ന രമ്യ, അവളൊരു പക്ക ഫ്രോഡാണ്. ഇതിനു മുമ്പ് അവളുടെ പേരിൽ പല കേസുകളും ഉണ്ടായിട്ടുണ്ട്. അവൾ പല കേസുകളും പ്രതിയാണ്, അത് പല പേരിലുമാണ് അവൾ അറിയപ്പെടുന്നത്. വൈറ്റ് കെ സൊല്യൂഷൻ എന്നൊരു കമ്പനിയിൽ നിന്നും അവള് ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിന് കേസുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതുമാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ സാറിന് തെളിവായിട്ട് തരാമെന്നൊക്കെ പറയണം. അങ്ങനെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയാണ്. അത് മാത്രമല്ല അവളുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് മാനേജർ ഈ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ 2 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്ര നാളും ട്രാൻസാക്ഷൻ ഒന്നും നടക്കാതെ ഇരിക്കുന്ന അക്കൗണ്ട് ആണല്ലോ, അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുകയാണ്. പിന്നീട് പറഞ്ഞു, എന്താ സാർ, കാരണം വേദ LLB പഠിച്ചായതുകൊണ്ട് വേദയ്ക്ക് തെളിവുകളൊക്കെ നിരത്താനായിട്ട് എളുപ്പമായിരുന്നു. പിന്നീട് ആ വീട്ടിൽ നടന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ എല്ലാം വ്യക്തമായിട്ട് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ SP ക്ക് മനസ്സിലായി, ഇത് ശരിക്കും പറഞ്ഞാൽ കെട്ടിച്ചമച്ചൊരു കഥയാണ്, വിക്രത്തിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് വേദ പറഞ്ഞു, ആ രമ്യയെ കണ്ടെത്തി അവളെ ശരിക്കും ഒന്ന് ചോദ്യം ചെയ്യുവാണെങ്കിൽ ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് അറിയാൻ സാധിച്ചേക്കൂന്ന് പറയണം. അത് കേട്ടപ്പോൾ SP പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അന്വേഷിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാന്നൊക്കെ പറയണം. വേദയ്ക്ക് എന്തോ നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പിന്നീട് വേദ രമ്യയുടെ വീട് എവിടെയാ എന്താന്നൊക്കെ അന്വേഷിച്ച് അങ്ങോട്ട് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ച് തന്നെ രമ്യയെ കാണുവാണ്. രമ്യയെ കണ്ടു കഴിഞ്ഞപ്പോ വേദയ്ക്ക് ഇതിൽ പറയൊരു സന്തോഷമില്ല. തേടി വള്ളി കാലി ചുറ്റിയെന്ന മട്ടിലായിരുന്നു. പിന്നീട്
രമ്യയുടെ അടുത്തേക്ക് എല്ലുവാണ്. രമ്യ ഒരു നിമിഷം ഒന്ന് പതറി. കാരണം അവൾ സ്കൂട്ടിയുമായിട്ട് വരുന്ന സമയത്ത് വേദം കൂടെ മുന്നിലേക്ക് കയറി നിന്നു. പിന്നീട് ആ സ്കൂട്ടിയുടെ താക്കോലും കൂടെ ഊരിയെടുക്കുകയാണ്. ഈ സമയം രമ്യ ചോദിച്ചു, നീ എന്ത് പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കുക. എന്താ നിനക്ക് മനസ്സിലായില്ലല്ലേന്ന് ചോദിക്കുകയാണ്. നിന്നെ ഞാൻ മനസ്സിലാക്കി തരാന്ന് പറയാ. നീ കുറെ കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് വിക്രത്തിനെ കുടുക്കിയതല്ലേ, എന്നിട്ടോ രായ്ക്ക് രാമായണം നീ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടല്ലേ എന്നൊക്കെ ചോദിക്കുക. അത് കേട്ടപ്പോ രമ്യ പറഞ്ഞു, ദേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണം. അനാവശ്യം അല്ലടി ഉള്ള കാര്യം തന്നെയാ ഞാൻ പറയണമെന്നൊക്കെ പറയണം. പിന്നീട് പറഞ്ഞു, അതെ നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രമ്യ പറഞ്ഞു, എങ്ങോട്ട് വരാനായിട്ട്? നീ വന്നേ മതിയാകുള്ളൂ എന്ന് പറയണം. നിനക്ക് വരാതിരിക്കാൻ പറ്റില്ല മോളെ, വന്നില്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാന്ന് പറയണം. പിന്നീട് രമ്യ പറഞ്ഞു, ഞാൻ എവിടത്തേക്കും വരത്തില്ല എന്ന് പറയണം. ആ സമയത്ത് രമ്യ നേരെ SP ഓഫീസറെ വിളിക്കണം. അപ്പം രമ്യയല്ല വേദ നമ്പരും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, രമ്യയെ കണ്ട കാര്യങ്ങളൊക്കെ പറയണം. ഈ സമയത്ത് SP സാറിന് പേടിക്കണ്ട, ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് ആളെ വിട്ടേക്കാന്ന് പറയണം. അങ്ങനെ രമ്യയെ കൊണ്ടുവരാനായിട്ട് പോലീസ് ജീപ്പ് വന്നു. പക്ഷേങ്കിൽ വേദയ്ക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. ഇവിടെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവളൊരു പക്ഷേങ്കിൽ എന്താ ചെയ്യുന്ന പറയാൻ പറ്റില്ല. പോരാത്തന്നെ SI സാബുല്ലേ. ഈ സമയം വേദ പറഞ്ഞു, ഞാനും വരുന്നുണ്ടെന്ന് പറയണം SP ഓഫീസിലേക്ക്. അങ്ങനെ വേദയും ചെല്ലുവാണ്. അതിനുശേഷം രമ്യനെ അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. SP സാറും എല്ലാവരും കൂടെ. വേദയ്ക്ക് സമാധാനമായി. കാരണം ഒരുപക്ഷെ അവളെ ചോദ്യം ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ട് ആരായിരിക്കും ഇതിന്റെ പിന്നിലെന്ന് അറിയാനായിട്ട് സാധിക്കും എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് വിക്രം നേരെ ഗുണ്ടാഭിലാഷിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവനവന്റെ താവളത്തിലുണ്ട്. കുറച്ച് ഗുണ്ടകളും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവൻ തന്നെ എതിരിടാൻ വന്നാന്നുള്ള. പെട്ടെന്ന് തന്റെ കൂടെയുള്ള ഗുണ്ടകളോട് പറഞ്ഞ്, ചെല്ലടാ അവനെ ഇടിച്ച് നിരപ്പാക്കാൻ പറയണം. അങ്ങനെ ഒരുത്തനും കൂടെ പാഞ്ഞു വരുമ്പോഴത്തേനും വിക്രം മുഷ്ടി ചുട്ടി ഒറ്റ ഓണം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അവൻ എടുത്തടിച്ചു പോലെ നിരത്ത് കിടന്നു. ഈ സമയത്ത് അടുത്തവനും വന്നു. പിന്നീട് വിക്രത്തിന്റെ സംഹാര താണ്ഡവമായിരുന്നു. അമ്മമാരെ എവിടെയെല്ലാം എടുത്തിട്ട് ഇടിക്കണം. അപ്പോഴേക്കും ഗുണ്ടാഭിലാഷ് വന്നു. അവനിട്ടും കൊടുത്തു. അവസാനം അവന് ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൻ എന്ത് ചെയ്യണം, എളിയിലെറിഞ്ഞ് കത്തിയെടുത്ത് വിക്രത്തിനെ കുത്താൻ ശ്രമിക്കുകയാണ്. പിന്നീട് വിക്രം എന്ത് ചെയ്യണം, ആ കത്തിയെല്ലാം കൂടെ ഒറ്റ ചവിട്ടിനെ തെറിപ്പിച്ച് കളയാണ്. അതിനുശേഷം അവനെ അവിടെ ഇട്ടിരിക്കുന്നുണ്ട്. ഈ സമയം അഭിലാഷിന് മനസ്സിലായി, ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല. അവനും ഗുണ്ടകൾ അവിടെ നിന്ന് ഓടുവാണ്. വിക്രം പുറകെ ചെന്നെങ്കിലും അവരെ പിടികൂടാൻ പറ്റിയില്ല. അങ്ങനെ പോവാണ്. ആ സമയം വേദ SP ഓഫീസറുണ്ടായിരുന്നു. രമ്യയോട് SP ഓഫീസർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുവാണ്. ഒരു മുറി കയറ്റിയിട്ട് ഇങ്ങനെ അതെല്ലാം ഇപ്പുറത്തെ വേറൊരു മുറിയിലുണ്ടായിരുന്നു. വേദം കുറെ പോലീസുകാരും ഉണ്ടായിരുന്നു. ആ ക്യാമറയിൽ അവരെല്ലാം കാണുന്നുണ്ടായിരുന്നു. രമ്യയോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പുറത്തെ ക്യാമറ കണ്ടുകൊണ്ടിരിക്കുക. രമ്യ മണിമണിവാളി എല്ലാ കാര്യങ്ങളും പറയണം. തനിക്ക് പണം തന്നാണ്, തന്നെ ഇതിനകത്തേക്ക് പെടുത്തിയതാണ്, തനിക്ക് പണം ഓഫർ ചെയ്തുകൊണ്ടാണ് താൻ ഇതിന് മുതിർന്നത്. വിക്രത്തെ അവിടെ എത്തിക്കുക മാത്രമായിരുന്നു തൻ്റെ ലക്ഷ്യം. അതായിരുന്നു, അതിനു വേണ്ടിയിട്ടായിരുന്നു, വിക്രത്തിനെ അകത്ത് കയറ്റാൻ വേണ്ടി മാത്രമായിരുന്നു. അതങ്ങ് പറയുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. വിക്രം ഇതിനകത്ത് നിരപരാധി എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം രമ്യ മാത്രമല്ല, ഇതിനകത്ത് വേറെ വമ്പന്മാര് പലരും കളിച്ചിട്ടുണ്ടെന്നുള്ള സത്യവും പുറത്തു വരുവാണ്. അങ്ങനെ അവസാനം വേദ വിക്രം നിരപരാധി എന്നുള്ള കാര്യം തെളിയിച്ച് വിക്രത്തിനെ പുറത്തിറക്കണം. ഇത്രയും ജാമ്യം മാത്രമല്ലേ കിട്ടിയുള്ളൂ, പക്ഷെ നിരപരാധിയാന്നുള്ള സത്യം പുറത്തു കൊണ്ടുവരികയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാള് വിക്രം ആ സത്യങ്ങളൊക്കെ അറിയും. തനിക്ക് വേണ്ടിയിട്ട് വേദ എത്രമാത്രം കഷ്ടപ്പാടുകളാ സഹിച്ചെന്നുള്ള. അങ്ങനെ വിക്രത്തിന്റെ കൈയും പിടിച്ചുകൊണ്ട് വേദയ്ക്ക് ആ വീട്ടിലേക്ക് കയറണം എന്ന് ആഗ്രഹം. അങ്ങനെ വേദ കയറുക തന്നെ ചെയ്യും. വേദ ഒരു പ്രതിജ്ഞ എടുത്തിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയത്. താൻ ആ വീട്ടിലേക്ക് കയറുന്നുണ്ടെങ്കിൽ വിക്രത്തിനോടൊപ്പം മാത്രമായിരിക്കും. അങ്ങനെ എന്താണെങ്കിലും ഇറങ്ങിപ്പോകാനായിട്ട് കൂട്ടാക്കിയിട്ടില്ലെന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.